ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് ലണ്ടനിലേക്ക് പോവാണ്. ലണ്ടനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളൊരു 3 days ലണ്ടനിലുണ്ടാവും. സോ ലണ്ടൻ ഫുള്ള് ഇല്ലെങ്കിലും മാക്സിമം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി ആയി കണ്ടില്ലേ, എല്ലാവരും റെഡിയായി കാറിൽ കയറി. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കയറാൻ. അപ്പോൾ ഞാൻ കയറട്ടെ. ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കേ, ഞങ്ങൾ ഫസ്റ്റ് വെമ്പിളിയിൽ വരാമെന്ന് വെച്ചാൽ. അപ്പോൾ വെമ്പിളിയിൽ വന്നപ്പം നമ്മളിവിടെ അമ്പലത്തിൽ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാറ് പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പോൾ ഏകദേശം ഇവിടെ 2 മണിയായില്ലേ, എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് അമ്പലത്തിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നേ. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഇവിടെ നമ്മൾ ശരവണ ഭവനോ അങ്ങനെ എന്തെങ്കിലും നല്ല ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോവാം ഫസ്റ്റ്. ഇതാണ് നമ്മുടെ അമ്പലം. ഉണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല ഫുള്ള് വർക്ക്, കൊത്തുപണികൾ ഇങ്ങനെ വെച്ചിട്ട് പല പല ദൈവങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടേ കണ്ടത്. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ പിന്നിൽ 3 സൈഡും കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ. കണ്ടോ, ഇവിടെയൊക്കെ കാർ പാർക്ക് ചെയ്യാം നമുക്ക്. എത്ര പ്രൈസ് ചേട്ടാ കാർ പാർക്കിന്? 5 മണി വരെ 4 പൗണ്ട്. 5 മണി വരെ 4 പൗണ്ട്. 5 മണി കഴിഞ്ഞാൽ ഫ്രീ ആണെന്ന് തോന്നുന്നു അല്ലേ? 8 മണി വരെ. 5 മണി കഴിഞ്ഞാൽ ഫ്രീ ആണ്. ഇതാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഇത് ഫ്രണ്ടിലെ ഗോപുരം. ഇവിടെ അപ്പുറത്തെ ഫ്രണ്ട് മെയിൻ ഡോർ അവർ തുറന്നിട്ടില്ല. അപ്പുറത്ത് സൈഡിൽ കൂടെ ഒരു ഡോറുണ്ട്, അതിലെയാണ് പോകുന്നത്. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെമ്പിളി ടൗണാണിത്. ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇവിടെ പോകുന്ന വഴിയിൽ. ഇവിടെ ഇന്ത്യൻ ഷോപ്സ് ഉണ്ട്. ഇതേ വൈനൊക്കെ ഉണ്ട് ഇവിടെ. വൈന് പിന്നെ ദേ ഇവിടെ തുണിക്കടയുണ്ട്, ഫാബ്രിക്സ്. പിന്നെ കുറച്ച് ഷോപ്പുണ്ടായി. ഇതാരം മരം വെട്ടിയിരിക്കും. ഓ, മരം വീണതാന്ന് തോന്നുന്നു കാറ്റത്ത്. ഉണ്ട് സാരിയാണെന്ന് തോന്നുന്നത് അല്ലേ? സാരിയാണെന്ന് തോന്നുന്നു അവിടെ. ഇനി പോകുന്ന ഷോപ്പുകളിലൊക്കെ കണ്ടോ, മാല, രുദ്രാക്ഷൊക്കെയാന്ന് തോന്നണം. രുദ്രാക്ഷം അതൊക്കെ കാണുന്നു. ഇവിടെ എന്തോ, ഇത് ബസ് സ്റ്റോപ്പ്. മയിൽപ്പീലിയൊക്കെ ഇരിക്കണൊക്കെയാണ്. ആ, ഇവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അന്ന് വെമ്പിളി വന്നപ്പോ ഇവിടെ ഇല്ല. ഇത് ടോയ്സ്, ഫോൺ കിറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഫിഷ്കാരി. എന്താ തിരക്ക് നോക്കിയേ, എന്താ തിരക്ക് ഇവിടെ. ചെരുപ്പുകളൊക്കെ ഉണ്ട്. ചെരുപ്പുകള് അവിടെ കടകളുണ്ടോ, ഇഷ്ടംപോലെ കടകളുണ്ട്. കണ്ടോ, അതെ ഷോപ്സ്, ലാച്ചകളൊക്കെ നിൽക്കുന്നതൊക്കെ. പ്രൈസ് ഒന്നും അറിയില്ല കേട്ടോ, ഇവിടെ കുറവാന്ന് തോന്നുന്നു. കണ്ടോ ചെരുപ്പുകൾ 20 പൗണ്ടേ ഉള്ളൂ കേട്ടോ. എല്ലാം നല്ല ഓഫറിൽ വെച്ചാണ്. മാംഗോ 15. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു വെജിറ്റേറിയൻ, ഇന്ത്യൻ വെജിറ്റേറിയൻ, തമിഴ് വെജിറ്റേറിയൻ ഒരു ഹോട്ടലിൽ കയറാൻ പോവാണ്. ഇതാണ് ഹോട്ടല്. എന്താ ബേൾസ് ദോശയുണ്ട്. അതുണ്ട് ഇവിടെ ബഫയാണ്. ഇവിടെ അൺലിമിറ്റഡ് ബഫേ. ദോശ ഇതിലേക്ക് ഉണ്ട്. 5.99 പൗണ്ടാണ്. ഞങ്ങള് ഫുഡ് എടുത്തു. എന്തോ അത് വടയും ചട്നി, 2 തരം ചട്നി, പിന്നെ ഇവിടെ മെഴുവടി എടുത്തു, കേസരി എടുത്തു, സാമ്പാറൊക്കെ എടുത്തു. എല്ലാവരും കഴിച്ചു തുടങ്ങിയത്. ബുഫയാണ്. ബുഫയാണ്. അപ്പം എല്ലാവരും കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ബുഫേ? നല്ലതാണോ? ആ, ഓക്കെ. ഞങ്ങള് ഫുഡ് കഴിച്ചിറങ്ങാൻ പോവാണ്. പോണ വഴിയിൽ അവിടെ ഉണ്ടായില്ല, അവിടെ നോക്കാം. ഫുഡ് കഴിച്ചിറങ്ങിയാണല്ലേ. ബുഫേ ആയിരുന്നു. ഞങ്ങൾ എന്നിട്ട് കഴിച്ചു. പിന്നെന്തിട്ടായിരുന്നു,
തൈര് വട കഴിച്ചു, കേസരി കഴിച്ചു, ദോശ കഴിച്ചു, മസാല ദോശ കഴിച്ചു, വട കഴിച്ചു, ദഹിവടയും കഴിച്ച്, മറ്റേ സാധാ വടയും കഴിച്ചില്ലേ, എല്ലാം കഴിച്ച് വയറ് ഫുള്ളായി. ഇവിടെ ജസ്റ്റ് 6 പൗണ്ട് കൊടുത്താൽ മതി, 5.99 കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ പോകും. ഈ മാലകൾ കണ്ടോ, ഇതൊക്കെ അമ്പലത്തിലെ സാധനങ്ങള്, ദൈവത്തിന്റെ എന്തിട്ട് സാധനം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇത് നമ്മുടെ അമ്പലത്തിലെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെയാണ്. മാത്രമല്ല അതേ മയിൽപ്പീലിയുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ കുറേ സാധനങ്ങളുണ്ട്, ഫോട്ടോ, ഇവിടെ മൂർത്തികള്, ഗത, ഫോട്ടോസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു മൂർത്തികളുടെ ഫോട്ടോ, ബുദ്ധൻ, കൃഷ്ണൻ, ഇതെല്ലാം വീഴുന്നത് ഒരു ഗാർഡനിൽ വെക്കുന്നല്ലേ. അത് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഇലക്ട്രിക് തന്നെയാണ്. നമ്മളിത് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ കണ്ടോ കുറേ വിഗ്രഹങ്ങൾ, ഫോട്ടോസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പട്ടികൾ, ഇവിടെയുണ്ട്, ഉള്ളിലുണ്ട് ഉണ്ടോ. മൊത്തം ഇതിങ്ങനെ തൂക്കിയിടണത് കൊണ്ട് പിന്നെ ഇവിടെ വെക്കുന്നതും ഉണ്ട്. എനിക്കല്ലേ നല്ല രസമുണ്ട്. ഇതിലെ തിരിച്ചു പോയി നമുക്ക് അവിടെ കാണാതെ കൃഷ്ണൻ. പൂക്കള്, മാലകള് കണ്ട ഒറിജിനൽ പോലെ തോന്നല്ലേ. ചുറ്റുമല്ലി, ഇവിടെയും കുറെ മാലകളൊക്കെ ഉണ്ട്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ഹേ നാഥ് നാരായണ വാസുദേവ. കൃഷ്ണൻ്റെ എഴുതി വെച്ചിരിക്കുന്ന കണ്ട ഇവിടെയുണ്ട്. പല വെറൈറ്റി മാലകളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട മൂർത്തികൾ, ഭദ്രകാളിയല്ലേ ഇത്, ഭദ്രകാളിയുടെ മൂർത്തി. അതുപോലെ ഗണപതി, ശിവൻ എല്ലാം ഉണ്ട് പല വെറൈറ്റിയിൽ. കൃഷ്ണൻ, മയില്, സൗണ്ട് വെക്കില്ലേ ഉണ്ടാക്കി വെച്ച. ഇവിടെ ഉണ്ട് പൂക്കട വെച്ചിട്ട്. ഇപ്പം നമ്മൾ ഇനി കഴിഞ്ഞിട്ട് പോവാണ്. നമ്മൾ ഇനി കടയിൽ നിന്ന് പോവാ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത കടയിലേക്ക് പോവാ. കടയിലേക്കല്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ട് പോവാ. അപ്പം നമ്മളിനി അമ്പലത്തിലേക്ക് പോവാണ്. ശ്രീ സനാതൻ ഹിന്ദു മന്ദിർ വെമ്പിളിയിലാണിത് ഉള്ളത്. അവിടേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഇതിൻ്റെ പിന്നിലാണ് കാറ് പാർക്ക് ചെയ്തേക്കണേ. അമ്പലത്തിൽ കയറിയിട്ട് വരാം മമ്മി. ഒരു ചാഞ്ചാട്ടം ഇവിടെ അത് കണ്ടപ്പോൾ അതാ ഞാൻ പറഞ്ഞേ, അമ്പലത്തിൽ കയറിയിട്ട് വരാം. കണ്ടോ, ഇതാണ് അമ്പലം. ഇതിൻ്റെ കൊത്തു വർക്കുകളൊക്കെ നോക്കിയേ, എന്തൊരു ഭംഗിയാ നോക്കിയേ. ഇതാണ് ഗോപുരം, അത് കഴിഞ്ഞ അമ്പലം. ഉണ്ടോ, ഇതാണ് അമ്പലം. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നോട്ടെ.
ഇതാണ് അമ്പലം. അമ്പലത്തേക്ക് പോവാനുള്ള വഴിയാണ്. അമ്മ എവിടെ പോണേ? എന്താന്ന് ചോദിക്കാരോടെങ്കിലും അവിടെ എൻട്രൻസ് അതൊക്കെ ഇവിടെ വെക്കേണ്ടി വരുമായിരിക്കും. ആ ഇത് ഇവിടെ വെക്കാന്ന് തോന്നല്ലേ. ഷൂ ഒക്കെ ഇവിടെ വേണമെങ്കിൽ വെക്കാം. എന്നിട്ട് പിന്നെ അവിടെ അമ്പലത്തിൽ പോവാ. അതിലാണ് പോകുന്ന വഴി അവിടെയാണ് കേട്ടോ. അതെ, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോണത്. അറിയില്ല. അവിടെ എന്തിട്ടാ ഉള്ളില് ഇവിടെ അടുപ്പിച്ച് വെച്ചോ അല്ല. നമ്മൾ വെമ്പിളിയില് ഇവിടത്തെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോവല്ല, ഹോട്ടലിൽ കയറി. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഹോട്ടലിന് മുന്നിലല്ല സൈഡിൽ ഞങ്ങൾ കാറൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഹോട്ടലിലേക്ക് കയറാൻ പോവാണ്. ചെക്കിങ് ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. സോ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇനി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കനേറി വാർഫ് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് നമുക്ക് റൂം എടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ പാർക്കിങ്ങിൻ്റെ ചാർജസ് ഒക്കെ ഉണ്ട് കേട്ടോ. 15 പൗണ്ടാണ്, അല്ല 12 pounds പെർ ഡേ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ കാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു. വിട്ടമ്മ വെക്കോ. ഉണ്ടോ, നമ്മളിനി പോവാണ്. ഇതാണ് ഫ്രണ്ട് ഭാഗം, ഐബിസ് ഹോട്ടൽ. ഇനി ഇവിടെ നിന്ന് ഒരു 10 minutes ഉള്ളൂ എലിസബത്ത് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്യൂബ് സ്റ്റേഷനിലേക്കൊക്കെ. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു ചേച്ചി കണ്ടോ അവിടെ ഇരിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഐബിസ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടൽ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി കയറാൻ പോവാം. ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ ആയി. ഈ ലിഫ്റ്റ് വന്നു. ലിഫ്റ്റ് നമ്മൾ വായോ കയറി കയറി. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ അടുത്തേൽ വരാം. ഞങ്ങളുടെ ലിഫ്റ്റ് ഇതേ വന്നു. ഞങ്ങൾ ഇനി ലിഫ്റ്റിൽ കയറാൻ പോവാം. അതേ എവിടെ സാനിറ്റൈസറാണ് വെച്ചിരിക്കുന്നത് അവിടെ ഒരു കൊള്ളാം, അത് കൊള്ളാം കേട്ടോ. നമ്മുടെ സാനിറ്റൈസർ ഇപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ ലിഫ്റ്റിൽ കയറി. നമ്മൾ 2nd ഫ്ലോറിലാണ്. അപ്പോൾ 2nd പ്രസ് ചെയ്തു. നമുക്ക് എവിടെയാണ് 2018 ഇത് കയറിയാ നിങ്ങള്? കാർഡ് എന്ത് അതെ 15. സോറി, എൻ്റെ ഒരു കാർഡ് എന്നാ 15. ഇത് നിങ്ങളുടെ കാർഡ് സ്കാൻ ചെയ്തേക്ക്. ഞങ്ങളുടെ അത് ഫസ്റ്റത്തെ 18. നമ്മൾ ഇനി റൂമിലേക്ക് കയറാൻ പോവാം കേട്ടോ. കാണിച്ചു തരാം എങ്ങനെ കയറുന്നുണ്ട്. നമുക്കൊരു കീ കാർഡൊക്കെ തന്നിട്ടുണ്ട്. ഇതിനുള്ളിലിട്ട് സ്കാൻ ചെയ്തിട്ടാണ് കയറുന്നേ. സോ കീ കാർഡ് ഇതിൻ്റെ ഉള്ളിലിടുക, എടുക്കുക. ഗ്രീൻ ആയില്ലേ, ഇനി നമ്മളിത് തുറന്നിട്ട് കയറുക. അപ്പം ഞങ്ങൾ ഓൾറെഡി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് ഈ കീ കാർഡ് നമ്മൾ ഇവിടെ ഇടണം, എന്നാലേ ഇതിൽ കത്തുള്ളൂ, ലൈറ്റെല്ലാം ഇലക്ട്രിസിറ്റി സപ്ലൈ ആവുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ക്ലോസറ്റ്, യൂറോപ്യൻ ക്ലോസറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ വാഷ് ബേസിനൊക്കെ ഉണ്ട്. പിന്നെ ഒരു മിറർ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഷവറൊക്കെ ഉണ്ട് കേട്ടോ. ഷവറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ബോഡി ഹാൻഡ് വാഷ്, ഷവർ, ഹെയർ ബോഡി വാഷ് ഉണ്ട്, കണ്ടീഷണർ, ഷാമ്പൂ ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി വരുമ്പം
നമുക്കിവിടെ ഇത് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമിലെ ബെഡ് ഇവിടെ ഒരു ചെറിയ ടേബിൾ ഇരിക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിൽ ലാമ്പുണ്ട്. ഇവിടെ നമുക്കൊരു TV ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ടേബിള്, ഒരു ചെയറുണ്ട്. പിന്നെ നമ്മുടെ കെറ്റിലുണ്ട്, കപ്പുണ്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് ടീ, കോഫി, മിൽക്ക് എല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ബെഞ്ചുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പ്ലഗ് കുത്താനുള്ള ചാർജേഴ്സൊക്കെ ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഉള്ളത്, ഇവിടെ ഹാങ്കേഴ്സ്, ടോയ്ലറ്റിൽ ഇവിടെ ഹാങ്കേഴ്സ് നമുക്ക് ഡ്രസ്സൊക്കെ കൊളുത്തിയിടാനായിട്ട് ഹാങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ പില്ലോ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിലെത്തി. ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ പുറത്തൊക്കെ ഇറങ്ങി ഇനിയിപ്പോൾ നാളെയാണ് ഫുള്ള് കയറില്ല, ലണ്ടനിൽ നമുക്ക് സീ ലൈഫിലേക്കും അതുപോലെ തന്നെ ലണ്ടൻ ക്രൂസ് ഇതൊക്കെ നമ്മൾ നാളേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള സാധനങ്ങൾ, അവിടേക്ക് എങ്ങനെ ട്രാൻസ്പോർട്ട്, ഇവിടുന്ന് എങ്ങനെ പോകണ്ടേ, അതൊക്കെ നമുക്കിനി നോക്കണം. അതുപോലെ ഈവനിങ്ങിൽ നമ്മൾ സപ്പർ എവിടെ നിന്നാണ് കഴിക്കണേ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പം ശരി, അപ്പം ബൈ.